പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 20-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഈ മാസത്തിന്റെ 20-ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യം ആകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് 2 കത്തുകളാണ് എഴുതുന്നത്. ഈ 2 കത്തുകളിലും പൗലോസിന് തിമോഥെയോസിനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നും ആത്മീയ ശുശ്രൂഷയിൽ തിമോഥെയോസ് എങ്ങനെ ആയിരിക്കണമെന്നും വ്യക്തമാക്കുന്നു. നിജപുത്രനെന്നും പ്രിയ മകനെന്നും ഉള്ള പ്രത്യേക സംബോധന ക്രൈസ്തവ ലോകത്തിന് മാധുര്യം പകരുന്നതാണ്. മാത്രമല്ല, തിമോഥെയോസിന്റെ അമ്മയെക്കുറിച്ചും വലിയമ്മയെക്കുറിച്ചുമുള്ള പൗലോസിന്റെ സാക്ഷ്യവും 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത് ശ്ലാഘനീയമാണ്. അങ്ങനെ പൗലോസ് ഈ തിമോഥെയോസിനോട് ശുശ്രൂഷയിൽ എങ്ങനെ ആയിരിക്കണം, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ത്യാഗവും സഹിച്ച് സുവിശേഷ വേലയിൽ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് നീ പോർക്കളത്തിലാണ്, ഒരു ഭടനാണ്, മറ്റൊന്നും നിന്നെ ബാധിക്കുവാൻ പാടില്ല. ഈ ഒരു വലിയ ദൗത്യം പൗലോസ് തിമോഥെയോസിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനേക പോരാട്ടങ്ങളും പിന്മാറ്റത്തിലുള്ള സാധ്യതകളെ കുറിച്ചുമൊക്കെ പൗലോസ് തിമോഥെയോസിനെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് പറയുകയാണ്, ജീവിതത്തിൽ മനുഷ്യർ ദൈവവേലയ്ക്കായി ഇറങ്ങിയിട്ടും ദൈവത്തോടടുത്തിട്ടും പിന്മാറിപ്പോകും. കാരണം അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന നിന്നു പോകും, പാട്ട് നിന്നു പോകും, ആരാധന നിന്നു പോകും. എന്നാലും ദൈവം വിശ്വസ്തനായി തന്നെ തുടരും. കാരണം ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ സ്വഭാവത്തിൽ ഒന്നായിട്ടുള്ളത് ത്യജിച്ചു കളയുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അത് ദൈവം ത്യജിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മിൽ എത്ര പേർ ഈ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നു. ചുരുക്കത്തിൽ പൗലോസ് തിമോഥെയോസിനെ ധരിപ്പിക്കുന്നത് ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഏതെല്ലാം മേഖലകളിൽ അവിശ്വസ്തരായി നാം ജീവിച്ചാലും ദൈവം നമ്മോട് എത്ര വിശ്വസ്തമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ന് 2024 നവംബർ 20-ാം തീയതി ബുധനാഴ്ച. ഈ നവംബർ മാസം എടുത്താൽ ഇന്ന് 20-ാം തീയതിയിൽ നാം എത്തിയപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നാം വേദപുസ്തകം വായിച്ചത്, ആരാധനയ്ക്ക് പങ്കുചേർന്നത്, കൂട്ടായ്മയിൽ കൂടിയത്, കുടുംബ പ്രാർത്ഥന നടന്നത്, അവരവരൊന്ന് ചിന്തിച്ചു നോക്കാട്ടെ. എത്രയോ പ്രാവശ്യം നാം അറിഞ്ഞുകൊണ്ട് ഉഴപ്പിക്കളഞ്ഞു. പലതും നാം മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. പക്ഷേ
നമുക്ക് ദൈവം തന്നുകൊണ്ടിരുന്നതൊന്നും തമ്പുരാൻ കുറച്ചില്ല. ശരിയല്ലേ? ഈ മാസം അവസാനിക്കുമ്പോൾ ജോലിക്ക് പോകുന്നവർ വ്യക്തമായ കാരണമില്ല എങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും എത്ര ദിവസം പോയില്ല എന്നുള്ളതനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യും. ശരിയല്ലേ? പക്ഷേ കഴിഞ്ഞ 20 ദിവസം എത്ര ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു, ആരാധനയ്ക്ക് പോയി, വേദപുസ്തകം വായിച്ചു, കുടുംബ പ്രാർത്ഥന, ഉപവാസം, നമ്മൾ ദൈവസന്നിധിയിൽ കാലാകാലങ്ങളായി തീരുമാനമെടുത്ത പലതും നമ്മൾ മറന്നുപോയി. നമ്മുടെ സമയം, കഴിവ്, താലന്ത്, ദശാംശം, ഇങ്ങനെ പലതും മറന്നുപോയി. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ പല അവസ്ഥകളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ നമുക്ക് സമയമില്ല, നമുക്ക് ലഭിക്കുന്ന പണം തികയുന്നില്ല. എല്ലാ മാസവും ശമ്പളം കൂട്ടിക്കിട്ടിയാൽ നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം. എന്നാലും നമുക്ക് തികയുകയില്ല. പക്ഷേ ദൈവത്തിന് കൊടുക്കുന്നില്ല. പണം മാത്രമല്ല, സമയം, കഴിവ്, താലന്ത് എല്ലാം. പക്ഷേ പ്രിയമുള്ളവരെ, തമ്പുരാൻ എന്തെങ്കിലും കുറച്ചോ? എത്ര ആരോഗ്യവാനാണെങ്കിലും, എത്ര അതിമിടുക്കനാണെങ്കിലും, നാം അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ല എങ്കിൽ കഴിഞ്ഞ ജീവിതം. അതെ, മെഡിക്കൽ സയൻസ് പറയുന്നു, എത്ര വിദഗ്ധനാണെങ്കിലും ശ്വാസം കിട്ടാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഭക്ഷണം കഴിക്കാതെയോ വെള്ളം കുടിക്കാതെയോ 30 ദിവസം വരെ മനുഷ്യന് പിടിച്ചു നിൽക്കാം. ഓർക്കുക, നാം ദൈവത്തോട് അവിശ്വസ്തരായപ്പോഴും നമുക്ക് ലഭിക്കേണ്ട ശ്വാസോച്ഛ്വാസം, നമ്മുടെ പ്രാണവായുവായ ജീവശ്വാസം ദൈവം വെട്ടിക്കുറച്ചോ? ഏതെങ്കിലും മേഖലയിൽ കുറവ് വന്നോ? അതാണ് ദൈവത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് പൗലോസ് 13-ാം വാക്യം അവസാനിപ്പിക്കുന്നത്, ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്, നാം ഇതിനകത്തിൽ ഉറയ്ക്കണം. അതുകൊണ്ട് ഈ ജീവജലത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആരോഗ്യവും കഴിവും പ്രാപ്തിയും സമയവും സന്ദർഭവും ഉള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പിന്തിരിയരുത്. ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കഴിയണം. നാം എടുത്ത തീരുമാനങ്ങൾ, ദൈവത്തോടെടുത്ത ഉടമ്പടികൾ വിശ്വസ്തയോടെ നിറവേറ്റണം. അതെ, നാം ഒരു വർഷത്തിന്റെ അന്തിയിലേക്ക് എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയും ഏകദേശം 41 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 2024 ആയുസ്സിന്. വർഷാവസാനമാകുമ്പോൾ എല്ലാവരും തീരുമാനമെടുക്കും, പുതിയ പുതിയ ഉടമ്പടിയും പ്രതിഷ്ഠയും എടുക്കും. പക്ഷേ ജനുവരി 1, 2 കഴിയുമ്പോൾ ഇവയെല്ലാം കാറ്റിൽ പറന്നു പോകും. ഇത് തന്നെയായിരുന്നു 2023 അവസാനം അഥവാ 2024 സംഭവിച്ചതും. പക്ഷേ 2024 നവംബർ 20 വരെ തമ്പുരാൻ തന്റെ വിശ്വസ്തത, ത്യജിച്ച് കളയുവാൻ പറ്റാത്ത തന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത നമ്മിൽ പ്രകാശിപ്പിച്ചത് കൊണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞാൻ നിങ്ങളും ആയിരിക്കുന്നു. ആകയാൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തയോടെ, ദൈവത്തിലെടുത്ത തീരുമാനങ്ങളോട് വളരെ നീതി പുലർത്തി പ്രാർത്ഥനയോടെ മുന്നേറുക. നിശ്ചയമായും ദൈവം നമ്മെ മാനിക്കും. ഇന്ന് ദൈവം നമ്മെ മാനിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്, കരുണയാണ്, ദയയാണ്. അല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടും നമ്മുടെ ശുശ്രൂഷയുടെ വലിയ മുന്നേറ്റം കൊണ്ടും ഒന്നുമല്ല. ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേദന, ഭാരം, രോഗം, ദുഃഖം, ക്ഷീണം, കുഞ്ഞുങ്ങളുടെ വിഷയം, ആരോഗ്യ വിഷയം, കുടുംബ വിഷയം, സാമ്പത്തിക വിഷയം, ബാങ്ക് ജപ്തിയുടെ നടപടിക്രമങ്ങൾ,
ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ വ്യാകുലപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിവാഹപ്രായം കഴിഞ്ഞ പെൺമക്കളുടെ മാതാപിതാക്കൾ വേദനയോടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. അപ്പ, 1 വർഷം കൂടെ കടന്നു പോകുകയാ, എൻ്റെ കുഞ്ഞിൻ്റെ 1 വയസ്സും കൂടെ ദീർഘമാവുകയാ, തക്ക തുണയെ നീ അവിടുന്ന് ഒരുക്കണം. വേദനയിലിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടിയുണ്ട്. ഇതുപോലെ അനവധി വിഷയങ്ങൾ, ജോലി സംബന്ധമായി നിങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങൾ, കോൺട്രാക്ട് റിന്യൂവൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം നാളുകളായി നിങ്ങളുടെ കരങ്ങളിൽ എത്തുവാൻ വൈകി വളരെ പ്രയാസപ്പെടുന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ തയ്യാറാണ്, പക്ഷേ ഇതുവരെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ജോലിക്ക് കയറുവാൻ പറ്റാതെ വ്യാകുലപ്പെടുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ എലിജിബിലിറ്റി എക്സാം പാസ്സായി, പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ആണ്, പക്ഷേ എന്തോ ഒരു തടസ്സം. ഇങ്ങനെ നിരവധി വിഷയത്താൽ വ്യാകുലപ്പെടുന്ന ദൈവവൈതലേ, ഇന്ന് പകൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുന്നേറുക. നിശ്ചയമായും അനുഗ്രഹം തരുവാൻ, കരം പിടിച്ച് നടത്തുവാൻ തമ്പുരാൻ വിശ്വസ്തന. കാരണം അവൻ മനുഷ്യനല്ല തന്റെ വാക്കുമാറ്റി പറയുവാൻ, അവൻ മനുഷ്യനല്ല തന്റെ സ്വഭാവം ത്യജിക്കുവാൻ. നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ വാക്കുമാറ്റും, നമ്മുടെ രൂപം മാറും, ഭാവം മാറും, സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ തമ്പുരാൻ തന്റെ സ്വഭാവം ത്യജിച്ചു കളയുവാൻ ഒരിക്കലും തയ്യാറല്ല, അതിന് കഴിയുകയില്ല. അതുകൊണ്ടാണ് നാം ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുന്നത്. ഈ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2024 നവംബറിന്റെ 20-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്തത എണ്ണമറ്റതാണ്. എന്നാൽ ഒരിക്കൽ പോലും ഞങ്ങളോടുള്ള വിശ്വസ്തതയ്ക്ക് അപ്പന് മാറ്റമുണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ പെരുമാറിയതുപോലെ അവിശ്വസ്തയോടെ പെരുമാറിയിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ അവിടുത്തെ ആ വലിയ മഹത്വമേറിയ സ്വഭാവം ത്യജിച്ചു കളയുവാൻ അങ്ങ് തയ്യാറല്ലാത്തതിനാൽ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഈ ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വേദനകൾ അപ്പൻ അവിടുന്ന് കാണണമേ. അവരുടെ സങ്കടങ്ങൾ, ആരും അറിയാതെ ദൈവസ്ഥനിൽ ഒഴുകുന്ന കണ്ണുനീരുകൾ അപ്പനോടുന്ന് മുഖവിലക്കെടുത്ത് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ഇന്ന് ജീവജലം കേട്ട എല്ലാവരെയും സ്വർഗീയ നന്മകളും കൃപകളാലും നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ദൈവം വാക്കുമാറാത്തവനും സ്വഭാവം മാറ്റാത്തവനും ശക്തനായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം അവിശ്വസ്തരായി ദൈവം മുമ്പാകെ ആയിരുന്നിട്ടും തമ്പുരാന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവുമില്ല. ആകയാൽ ഈ വചനം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.